സ്റ്റാർ റാങ്കിങ്ങിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് സ്റ്റാർ റാങ്കിങ്ങില് നിങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി എത്തിയിരിക്കുന്ന അതിഥി മറ്റാരുമല്ല, മലയാള മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമയിൽ കൊച്ചു കൊച്ചു കഥാപാത്രങ്ങൾക്ക് ജീവനേകി പിന്നീട് വലിയ വലിയ കഥാപാത്രങ്ങളായി. ഈ വലിയ വലിയ കഥാപാത്രങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം കരസ്ഥമാക്കിയ മലയാള സിനിമയുടെ പ്രിയപ്പെട്ട താരം, പ്രിയപ്പെട്ട നടൻ ശ്രീ സലീം കുമാർ. ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ എന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് ഈ സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സെക്കൻഡിൽ മറന്നു, ചിലപ്പോൾ ഈ ഷൂട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഓർമ്മ വരും. അന്തരത്തുള്ള ചില കാര്യങ്ങൾ പെട്ടെന്ന് ചോദിച്ചോട്ടെ. ചോദിച്ചു. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. വ്യത്യസ്തനാമൊരു ബാർബറം ബാലനേ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. വ്യത്യസ്തനാമൊരു ബാർബറം ബാലനേ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. മുടിവടിക്കുന്നോർക്ക് അനിൽ പനച്ചൂരാൻ രചിച്ച് എം ജയചന്ദ്രൻ ഈണം പകർന്ന് പ്രദീപ് പള്ളുരുത്തി പാടിയ ഈ ഗാനത്തിൽ 2 സ്ഥലപ്പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് മേലുകാവിന്റെ അഭിമാനമാകും ഒന്ന്, അതല്ലാതെ വേറൊരു സ്ഥലപ്പേര് പറഞ്ഞിട്ടുണ്ട്. ഈരാറ്റുപേട്ടയെന്ന് വേരറ്റ ബാലൻ. ഈരാറ്റുപേട്ട. അതെ. ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കണം? അല്ല, അത് ആ പാട്ട് സൂപ്പർ ഹിറ്റ് ആയിരുന്നല്ലോ. അതിന്റെ പേരിൽ അത് താരരാജാവിന്റെ തോഴനാം ബാലൻ. താരരാജാവിന്റെ തോഴന ബാലൻ ഈരാറ്റുപേട്ടേന്ന് വേരറ്റ ബാലൻ. ഈ ബാലൻ ശരിക്ക് കുറച്ച് എന്താ പറയാ, സലീമിനൊരു ബ്രേക്ക് കഥാപാത്രമാണ്. അതെ, അതൊരു വളരെ ശ്രദ്ധിച്ചൊരു കഥാപാത്രമാണ്. ഇപ്പൊ മോഹൻ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ചിത്രമാണ് കഥ പറയുമ്പോൾ. സലീമിന്റെ ഒരു അപ്പിയറൻസ് ഒക്കെ നന്നായിരുന്നു. പക്ഷെ അത് കുറച്ച് കടപ്പാടുള്ളത് പന്നിൻ രവീന്ദ്രനോടാണ്. അപ്പൊ ഇങ്ങനൊരു സംഭവമാണ് എന്ന് പറഞ്ഞ ശ്രീനിച്ചേട്ടനാണ് അതിന്റെ സ്ക്രിപ്റ്റ്. ശ്രീനിച്ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് പന്നിൻ രവീന്ദ്രന്റെ ഒരു ഹെയർ സ്റ്റൈലായി കുറച്ച് എങ്ങനെ ഞാൻ പറഞ്ഞു, അത് കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു നിങ്ങളുടെ ഹെയർ സ്റ്റൈലാണെന്നുള്ള പറഞ്ഞു. ഓ, സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനോടും കൂടി ഒരു നന്ദി പറയാനുണ്ടത്. അതെ. 3 ചിത്രങ്ങളിൽ സലീംകുമാറിന്റെ പേര് ഗോപാലൻ എന്നാണ്. ഏതൊക്കെ ചിത്രങ്ങളിലാണ് ഗോപാലൻ? 3 പടങ്ങളിൽ. ട്രേസി ഗോപാലൻ. അതിനകത്ത് ഗോപാലൻ എന്നാണ് സലീമിന്റെ പേര്? അല്ല, ദിലീപിന്റെ പേര്. ദിലീപിന്റെ പേരല്ലോ, സലീമിന്റെ പേര് ചുറ്റും ഗോപാലൻ അഭിനയിച്ചിട്ട് പോരാൻ സമയത്ത് ഈ പേര്, കഥാപാത്രത്തിന്റെ പേര് അവിടെ ഉപേക്ഷിച്ചിട്ട് പോലും കയറി കൂടാതിരിക്കാൻ. തിളക്കത്തിൽ ഗോപാലൻ എന്നാണ്. അല്ല, കോബ്ര. കോബ്രയിൽ ഗോപാലൻ എന്നാണ്. പിന്നെ മമ്മൂക്കയുടെ വേറൊരു പടം, നമുക്ക് മറ്റേ കന്നഡ സ്ലാങ് സംസാരിക്കുന്നു, ചട്ടമ്പി നാട്. യെസ്. പിന്നെ വേറെ ഒന്ന്, സുവർണ സിംഹാസനം. അതിൽ 3 ഗോപാലൻ. വേറെ ഏതെങ്കിലും ഗോപാലുണ്ടോ? ഉണ്ടാവും, നോക്കിലുണ്ടാവും. കുറെ ഗോപാലുണ്ട്. ഈ ഗോപാലിനോട് ഇത്ര വലിയ ഗോപാലിനോട് എനിക്കല്ലല്ലോ. നമ്മളെ കാണുന്ന പിന്നെ സുവർണകുമാർ, പിന്നെ ഫ്രെഡറിക് എമ്മാനുവൽ എന്ന് വിടാൻ പറ്റില്ല. ഗോപാലൻ, സുന്ദരൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സുന്ദരൻ കുറെ പറഞ്ഞ് ഞാൻ മാറ്റിച്ചിട്ടുണ്ട് പേര്. അടുപ്പിച്ച് കുറെ പേരത്തിന് സുന്ദരൻ. ഞാൻ പറഞ്ഞു സുന്ദരൻ മാത്രമുള്ള നിനക്ക് ആരോടായി പേരിട്ട് എന്ന് ചോദിക്കാൻ വേണ്ടിയുള്ള സംഭവത്തിന് വേണ്ടിയാണ്. അങ്ങനെ അത് ഒരു സ്ഥലത്ത് പറഞ്ഞു, ഓക്കെ. എല്ലായിടത്തും സുന്ദരൻ, ഗോപാലൻ, ഗോവിന്ദൻ, തല്ലിപ്പൊളി പേരുകൾ കുറെ എന്നൊക്കെ ഇടും. 3 ചിത്രങ്ങളിൽ സലീംകുമാറിന്റെ പേര് ഭാസ്കരൻ എന്നായിരുന്നു. ഏതൊക്കെയാണ്? ഒന്ന് വൺ മാൻ ഷോ. ഓക്കെ. പിന്നെ തബല ഭാസ്കരൻ. ഓക്കെ. ഗ്രാമഫോൺ. പിന്നെ അതുപോലെ തന്നെ തുടങ്ങുന്നൊരു പടമുണ്ട്, ഗ്രാമഫോൺ പോലെ തന്നെ. ഗ്രാമഫോൺ എങ്ങനെയാണ് തുടങ്ങുന്നത്? അങ്ങനെയല്ല, പേരിലെ ഗ്രാമത്തിൽ തുടങ്ങുന്നൊരു പേര്, ഗ്രാമപഞ്ചായത്ത്. എന്താണ്? ഭാസ്കരൻ. 2 ഭാസ്കരൻ. അങ്ങനെ പറഞ്ഞ ഞായല പറഞ്ഞത്. ഞായല. ഗോപാലൻ, ഭാസ്കരൻ. ഇരട്ട പേരൊന്നും എനിക്കറിയാൻ പാടില്ല. ചാന്തുപൊട്ട് എന്ന ചിത്രത്തിൽ സലീംകുമാർ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര്? ചായക്കടക്കാരൻ.
ആ എന്തായിരുന്നു കഥാപാത്രത്തിന്റെ പേര്? ചായക്കടക്കാരന്റെ പേരുണ്ടാവൂല. ചായക്കടക്കാരന്റെ പേരുണ്ടല്ലോ, അല്ല ചീത്ത പേരൊന്നുമല്ലോ, ഉള്ള പേര് നല്ല ക്ലൂതാ. ക്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയണത് എന്താണ്? ഹലോ. ഹലോ അല്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് നിർത്തില്ലടാ വല്ല. എന്താടാ സുഖലടാ? അതല്ല, പരദൂഷണം പറയടാ. പരദൂഷണം. പരദൂഷണം അറിയത്. ആ അത് തന്നെ. നമ്മളുടേതായ കുറ്റങ്ങളും കുറവുകളും എല്ലാം കാണിച്ചിട്ട് അല്ലെങ്കിൽ അത് പെരുപ്പിച്ച് കാണിക്കുന്ന കലയാണ്. അതെ. അപ്പൊ അങ്ങനെ ആരെങ്കിലും കുറ്റങ്ങളും കുറവുകളും പെരുപ്പിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ എന്ത് തോന്നും? അതിപ്പോ ഒന്ന് നേരിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തോന്നും എന്നുള്ളത് ആ ഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സലീമിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സുഹൃത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും. മനസ്സിലായോ? ഇതാണ് അബ്ദുള്ള. അപ്പോ ഇത് ഷെയ്ഖ് അബ്ദുള്ള. അങ്ങ് ദുബായില് ഞാൻ ഈ ഷെയ്ഖ് അബ്ദുള്ളയുടെ ഇടം കൈയായിരുന്നു. അങ്ങ് അറബി നാടുകളിൽ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് വലതു നിന്നും ഇടതോട്ടാണല്ലോ. അങ്ങനെ അപ്പോ അവിടെ വലം കൈ മറ്റു പല കാര്യങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത്. സലീമേ, എന്ത് തോന്നുന്നു? ഇവൻ ഇതിലും നന്നായിട്ട് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് ചെയ്തിരുന്നതാണ്. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തി. സുഭാഷ് എനിക്കറിയാം. സുഭാഷ് അറിയാം. അല്ല, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സുഭാഷ്. അപ്പൊ സുഭാഷ് ചിരിയൊക്കെ പോയിപ്പോ അല്ലേ? മാത്രമല്ല സുഭാഷ് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സുഭാഷ് തടി കൂടുന്നു. തടി കൂട്ടാൻ. അതെ, ഇത് ഞാനിപ്പോ ഒരു പടം കഴിഞ്ഞു. ഇനി അടുത്ത പടം ഞാൻ ചെറുപ്പക്കാരനായിട്ടാണ്. അപ്പൊ ഞാൻ സുഭാഷേനും കുറച്ച് കഷ്ടപ്പെടണമെന്നില്ല. ഞാൻ കൂട്ടി സുഭാഷിനെ സഹായിക്കാം. അല്ലാതെ ഇപ്പൊ ആ ചിരി എന്താ പോയല്ല, കാശൊക്കെ ഒന്ന് കൂടി. അപ്പൊ ചിരിയൊക്കെ തന്നെ പോയി. ചിരി പോയെന്ന് തോന്നിയാ? അതെ. സുഭാഷ് വളരെ തിരക്കുള്ള മിമിക്രി ആർട്ടിസ്റ്റാണ്. എനിക്കറിയാം സുഭാഷ് ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ അതല്ലേ സുഭാഷിനെ കുറിച്ചിട്ട് ഇങ്ങനെ കൂടെ പറയാതിരുന്നതാണ്. കാരണം സുഭാഷ് ഒരു വലിയ കലാകാരനാണെന്നുള്ള കാര്യം എനിക്ക് അറിയാം. അപ്പൊ പിന്നെ അദ്ദേഹത്തെ കൂടെ പറഞ്ഞു കഴിയുമ്പോൾ അതൊരു അഹംഭാവമായാലും വെച്ചാണ്. ഓക്കെ സുഭാഷ്, താങ്ക് യു സോ മച്ച്. എന്ന സർഗശേഷിയുടെ കാവലാളാണ് ഒരു സംവിധായകൻ. താങ്കൾ ഈയടുത്ത് ഒരു പരാമർശം ഇറക്കുകയുണ്ടായി. താങ്കൾക്ക് സംസ്ഥാന പുരസ്കാരം ലഭിച്ചപ്പോൾ അത് കാണാൻ താല്പര്യമില്ലാത്ത ഒരു സംവിധായകൻ ആ അവാർഡ് നിരസിക്കുകയുണ്ടായി എന്ന്. ഇതിനോടുള്ള താങ്കളുടെ പ്രതികരണം എന്താണ്? ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് പറയാത്ത ഞാൻ പറഞ്ഞില്ല. പിന്നെ അദ്ദേഹം ചോദിച്ചത് അങ്ങനെയൊക്കെ എന്തൊക്കെ പറയാ? ഞാനത് നിഷേധിക്കുന്നു. അതെ, എന്നെ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിഷേധിച്ചോ? ഞാൻ നിഷേധിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഞാൻ ഉത്തരം പറയാം. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല. തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിലെ നർമ്മരംഗങ്ങൾ പ്രേക്ഷകർ ഒരിക്കലും മറക്കില്ല. തെങ്കാശിപ്പട്ടണത്തിൽ കാവ്യമാധവൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് ദേവൂട്ടി. പെണ്ണുങ്ങളുടെ പേര് മൊത്തം അറിയാം. എനിക്കിട്ട് ചോദിക്കാൻ പറ്റരുത്. ചേലയിൽ അമ്പരപിടിയും ചേലയിൽ എൻസൈക്ലോപീഡിയ. എൻസൈക്ലോപീഡിയമാണ് ഇതിന്റെ അടുത്ത സ്റ്റാൻസ് അനുപല്ലവി. ഇതിന്റെ അനുപല്ലവി ഞാൻ പറഞ്ഞു. എനിക്ക് വരി പറഞ്ഞാൽ മതി. പാടുന്ന ജൂണിതാണ്. നിൻ മനസ്സിൽ പ്രതിഷ്ഠ നേട കൊതിച്ചവാണി നെഞ്ചം. പെൺമനസ്സിൽ. അത് തന്നെ നിൻ മനസ്സെന്ന് വെച്ചാൽ പെണ്ണ് തന്നെയാണല്ലോ. പെൺമനസ്സിൽ. എന്റെ മനസ്സ് നിന്റെ അല്ല. ഞാൻ പെണ്ണിനെ കാണുന്നു ഇപ്പൊ എന്റെ മുൻപില്. നീയല്ല, എന്റെ പുറത്ത് നിൽക്കുന്ന ഒരു പെണ്ണുണ്ട്. നമുക്കിടയിലായിട്ട് എങ്ങനെ പാടും? പെൺമനസ്സിൽ പ്രതിഷ്ഠതാഴി നെഞ്ചം അകത്തടക്കി കുപ്പിലാക്കില്ലേ. ഓക്കെ, ഓർമ്മയുണ്ടോന്നറിയാം.
ഓർമ്മയുടെ മണിച്ചപ്പ് ഇങ്ങനെ തുറക്കുമ്പോൾ ഇത് പല സംഭവം വീഴും. അതാണ് ഞാൻ ഓർമ്മയുടെ മണിച്ചപ്പ് തുറക്കാറ്. തുറക്കണ്ട. ആളുകൾക്ക് കാണാൻ കൊള്ളാവുന്നതും കേൾക്കാൻ കൊള്ളാവുന്നതും കേൾക്കാൻ കൊള്ളരാത്തത് പലതും വീഴും. അപ്പൊ പേടിച്ചാണ് ഞാൻ ഇങ്ങനെ മണിച്ചപ്പ് തുറക്കുന്നത്. ആ പാട്ടിലുള്ള പോലെ പലവട്ടം ആരെങ്കിലും കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? എനിക്ക് ഇന്നും കാത്തിക്കേണ്ട ആരും പലവട്ടമൊന്നല്ല, ഒരു വട്ടം പോലും ആരും കാത്തിക്കേണ്ടി വന്നിട്ടില്ല. ആ ലൈനിലേക്കൊന്നും എനിക്ക് പോവേണ്ടതായിട്ടുള്ള ടൈം കിട്ടിയില്ല പെങ്ങളെ. അതാണ് എനിക്ക്. അല്ല, എന്നാലും ഒരേ പെണ്ണിന്റെ പുറകെ നടന്ന കാര്യമൊക്കെ എനിക്കറിയാം. അതെന്റെ ഭാര്യയാണ്. അപ്പൊ പിന്നെ അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ഇനി? നടന്നിട്ടുണ്ടാവും കോളേജിൽ പഠിക്കുന്ന കാലത്ത്. ഇല്ല ഇല്ല, എന്നെ അങ്ങനെ എല്ലാ സ്ത്രീകളെ കണ്ടേക്കണോ അല്ലേ? അവരിലൊരാളായിക്കളോ എന്നെ അങ്ങോട്ട് ആരെങ്കിലും കാണുമ്പോ അവരിലൊരാൾ. നിങ്ങൾ 3 പേരും കൂടി ഇരിക്കുകയാണ്, ഇവിടെ വന്നിരിക്കട്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തെന്നാണ് ഇതുള്ളത്? അല്ലാതെ അവരൊന്ന് തൊട്ടാ ഉരുമാന്ന് വെച്ചാൽ അത് അവരുടെ നിങ്ങൾ തമ്മിൽ തൊട്ടുരുമ്പോൾ അത് അവസ്ഥയൊക്കെ എന്നാ അത് പ്രീ ഡിഗ്രി കൊടുങ്ങി അത് തന്നെയായിരുന്നു എന്റെ അവസ്ഥ. എനിക്ക് സ്ത്രീകളായിരുന്നു. പലപ്പോഴും ഞാൻ പറയുന്നത് സ്ത്രീകളാണ് അന്നും ഇന്നും എന്റെ സുഹൃത്തുക്കള്. നല്ല സുഹൃത്തുക്കളൊക്കെ സ്ത്രീകളാണ്. ഇവർക്ക് എന്നെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കൊണ്ട് ചിന്തിക്കാനോ അങ്ങനെയൊന്നുമില്ലായിരുന്നു. എന്റെ മഹാരാജ് കോളേജിലായാലും ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന എസ് എൻ എം കോളേജിലായാലും ഒക്കെ ഇത് തന്നെയാണ് അവസ്ഥ. പക്ഷെ വേറെ കാര്യം ചോദിച്ചിട്ട്, അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ചിലപ്പോ ഒരുപക്ഷെ ഈ കാണാൻ കൊള്ളാവുന്ന ആൺപിള്ളേരെ കൂടെ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രേമമാണെന്ന് കരുതുന്നുള്ള വിചാരിച്ചിട്ട് പെൺപിള്ളേര് പിടിച്ചിരുത്തുന്നതായിരിക്കൂലേ? അല്ല, അങ്ങനെ ഒരു കൂടെ നിർത്തില്ല. എന്തായാലും ആണല്ല, കാണാൻ കൊള്ളാവനായാലും കൊള്ളാത്തവനായാലും ഒക്കെ ഏത് കമ്പനിയിൽ പ്രോഡക്റ്റ് ഒന്നും തന്നെ ആയിക്കൊല്ല. ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുന്ന മാത്രമല്ല. അപ്പൊ അതൊന്നുമല്ല. അവർക്ക് തോന്നിക്കാൻ ഇയാൾക്കൊരു കളത്തരവില്ലാത്തവനായിരിക്കും. പിന്നെ ആദർശനൊക്കെ ആ ഏരിയയിലേക്ക് അടുപ്പിക്കില്ല. കാരണം ഇയാള് നിർത്തി അറിയാം. കാരണം കൂടെ ഇരുത്തി കഴിഞ്ഞാല് നമ്മളിരുന്ന പോലെ എഴുന്നേറ്റ് പോകുമെന്നുള്ളത് അവർക്ക് ചിലപ്പോൾ അറിയാവുന്നതുകൊണ്ടായിരിക്കാം. വാസ്തവം എന്ന ചിത്രത്തിൽ വളരെ സീരിയസ് ആയ ക്യാരക്ടർ തൃപ്പൻ നമ്പൂതിരി ആണ് സലിംകുമാർ ചെയ്തത്. വാസ്തവം എന്ന ചിത്രത്തിന്റെ ക്യാമറമാൻ ആരായിരുന്നു? മനോജ് പിള്ളയായിരുന്നു. വെരി ഗുഡ്, കറക്റ്റ്, അത് തന്നെ. നല്ല ഓർമ്മയുണ്ടോ? കാരണം ശരിക്ക് പലപ്പോഴും പല ആർട്ടിസ്റ്റുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം വിട്ടുപോകാറുണ്ട്. മനോജ് അച്ചറങ്ങാത്ത വീടിന് ശേഷം പിന്നെ കാരണം മനോജ് ആദ്യമായിട്ട് ഒരു നടന്റെ മുഖത്ത് ക്യാമറ വെച്ചത് എന്റെയാണ്. ആ അച്ചറങ്ങാത്ത വീടാണ് ഫസ്റ്റ് ഫിലിം ഇൻഡിപെൻഡന്റ് ആയിട്ട്. ക്യാമറ വെച്ച് കാണും. ഇൻഡിപെൻഡന്റ് ആയിട്ട് ലാൽ ജോസിന്റെ അച്ചറങ്ങാത്ത വീട്ടിലാണ്. ലാൽ ജോസാണ് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ആദ്യമായിട്ട് അതെ, മനോജ് ഒന്ന് വലിയ ക്യാമറമാനായി അതിൽ അഭിമാനിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കാറില്ലാത്തതാണ്. പക്ഷെ അതെ